ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഒരു കിലോ ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റ് മസാല എല്ലാം പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് കടുക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. നേരത്തെ തന്നെ ഞാൻ മസാല പുരട്ടി വെച്ചിരിക്കുന്നത് കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം പേസ്റ്റാക്കി ഇതിൽ കുറച്ച് തൈരും ചേർത്ത് മസാല പുരട്ടി വെച്ചേക്കാണ്. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ്. ഒരു തക്കാളി, ഒരു 10 ചെറിയ വെളുത്തുള്ളി, 4 പച്ചമുളക്. കടുക് വറുത്തതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. ഒരുവിധം എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ സവാള ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരു 2 മണിക്കൂറോളം മസാല പുരട്ടി മാറ്റി വെച്ചിരുന്ന ചിക്കനാണ്. അതുകൊണ്ട് മസാല എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാകും. പച്ചമുളക് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കാം. ചെറിയ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് തീയിട്ട് കഴിഞ്ഞാൽ ഉള്ളി കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ സവാള വഴഞ്ഞു വന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ കറിക്ക് അത് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഉള്ളി നല്ലതുപോലെ വഴറ്റി വരുന്നതിന് മുൻപായിട്ട് തക്കാളിയിൽ ചേർത്ത് കഴിഞ്ഞാൽ സവാള നല്ലതുപോലെ ഫ്രൈ ആകത്തില്ല. അതുകൊണ്ട് സവാള നല്ലതുപോലെ വഴറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാള വഴറ്റി എടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ അല്പം കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് കുറച്ച് ഫ്ലെയിം അല്പം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഈ സവാള നല്ലതുപോലെ വഴണ്ട് വരണം. സവാള നല്ലപോലെ വഴറ്റിയാൽ മാത്രമേ കറിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സവാള വഴറ്റുന്നതിൽ നമ്മൾ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. സവാള നല്ലതുപോലെ വഴറ്റാം. കുറച്ച് സമയമെടുക്കും. നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ബോറായിട്ടൊക്കെ തോന്നിയേക്കാം. സവാള എന്താ വഴറ്റില്ല, അതിന് ഇത്രയും മതിയോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ നല്ലതുപോലെ സവാള ഫ്രൈ ആയി വന്നാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സവാള നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം സവാള നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നല്ലതുപോലെ ഫ്രൈ ആയി വരേണ്ടതുണ്ട്. ചെറിയ തീയിൽ, കൂടുതൽ തീയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേണം മല്ലിപ്പൊടി ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. ഈ സവാള, തക്കാളി, മല്ലിപ്പൊടിയും എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1.25 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിൽ ചേർക്കുന്നത്. ഇനി മുളക് പൊടിയുടെ ആ കുത്തൽ മണമെല്ലാം ഒന്ന് മാറാനായിട്ട് നമ്മൾ നല്ലതുപോലെ
ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വഴറ്റി ഇതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് പിന്നീട്. ഇപ്പോഴത്തെ നല്ലതുപോലെ മൂത്ത് വരണം. നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർക്കാൻ വേണ്ടി ചിക്കൻ വേകുന്നതിനാവശ്യമായിട്ട് ഉള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം മസാല മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഈ ചിക്കൻ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇനി കുറച്ചായി ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ മീഡിയം പീസുകളായതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഓരോന്നായി എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരുമിച്ച് ആണ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക. ചിക്കനെല്ലാം ഗ്രേവിയിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സാക്കി കൊടുക്കാം. ഗ്രേവി ചിക്കനിൽ നല്ലതുപോലെ മിക്സായി നല്ലതുപോലെ തിളച്ച് വരേണ്ടതുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ഗ്രേവിയുമായി കിടന്ന് നല്ലതുപോലെ വേവേണ്ടതുണ്ട്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഉപ്പ് കറക്റ്റ് നല്ല കുറവാണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കും. എന്നിട്ടിത് ചൂടോടെ ഉപയോഗിക്കാവുന്നു.